വീതി കുറഞ്ഞ റോഡ്, പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തത, ഇതൊക്കെ കാരണം കിലോമീറ്റർ നീളത്തിൽ വാഹനങ്ങൾ റോഡിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക എന്നുള്ളത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണത്രേ. ബോയ്സ് ടൗണിൽ നിന്നും മെല്ലെ ചുരം ഇറങ്ങുകയായി. വയനാടൻ മലനിരകളുടെ താഴ്വാരത്തിലായി ബാബരിപ്പുഴയുടെ ഓരം ചേർന്നുകൊണ്ടാണ് കൊട്ടിയൂരെന്ന ഈ മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മണ്ണും മഴയും മനുഷ്യനും ഒന്നായി തീർന്ന് പ്രകൃതിയോട് കലരുന്ന മഴച്ചാറ്റലിന്റെ താളത്തിനൊത്ത് ഉത്സവം കൊണ്ടാടുന്ന ഒരു നാട്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. 28 ദിവസം നീണ്ടുനിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിനായി കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെയായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ ഓരോ വർഷവും എത്തിച്ചേരുന്നത്. ദൂരദേശങ്ങളിൽ നിന്നും വാഹനത്തിൽ എത്തിയ ഇവർ റോഡിൽ നിശ്ചലമായി കിടക്കുന്ന വാഹനത്തിൽ നിന്നും സൈകെട്ട് റോഡിലേക്കിറങ്ങും. അങ്ങനെ 5-6 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് ഭക്തർ ഇന്ന് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതത്രേ. കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾക്കിടയിൽ ആംബുലൻസ് പോലും കാണാമെന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ ചർച്ചാ വിഷയം. ഇങ്ങനെ ആംബുലൻസ് കുടുങ്ങിക്കിടന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിന് തന്റെ ജീവൻ നഷ്ടമായത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളെ ഇവിടുത്തെ ഗവൺമെന്റ് ശരിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്ര ദർശനത്തിന് തൊട്ടുമുമ്പായി ബാവലിപ്പുഴയിൽ മുങ്ങി നിവരുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ആചാരമാണ്. വൈശാഖ മഹോത്സവം നടക്കുന്നത് മഴക്കാലത്തിലായതിനാൽ ബാവലിപ്പുഴ രൗദ്രഭാവം പൂണ്ട് കുത്തിയൊലിച്ച് ഒഴുകിപ്പോകാറുമുണ്ട്. ആ ഒഴുക്കിനൊപ്പം പല ജീവനുകളും പൊലിഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ നടക്കാനുണ്ട് എന്നുള്ളതിലേക്കാണ്. ശുചിമുറികൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലും ഇനിയും ഏറെ വികസിക്കാനുണ്ട്. ശനി ഞായർ പോലുള്ള അവധി ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത്. ഞാൻ തിരക്ക് കുറഞ്ഞ ഒരു ദിവസത്തെ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. ഏറെ പ്രത്യേകതകളുണ്ട് അക്കരെ കൊട്ടിയൂരിലെ ചടങ്ങുകൾക്ക്. അതിലൊന്ന് കയ്യാലകളിൽ എവിടെയും പാചകം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. ക്ഷേത്ര തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ അനുവദിക്കുകയുള്ളൂ. ഈ ഉത്സവ ദിനം മുഴുവൻ പാചകം ചെയ്താലും ചാരം നീക്കാൻ അനുമതിയില്ലാത്ത ഇടപ്പള്ളിയിലെ അടുപ്പുകളിൽ ഒരിക്കലും ചാരം നിറയാറില്ല എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ഒരു പ്രതിഭാസമാണ്. വലിയ കല്ലുകൾ പാകിയ ഫുട്പാത്ത് ഇത് ഗംഭീരമായിട്ടുണ്ട്. പല നിറത്തിലുള്ള വെളിച്ചം നൽകി അലങ്കരിച്ച മരങ്ങളും അതിനു തൊട്ടുതാഴെ പല വർണ്ണങ്ങളിലുള്ള കുടകളുമേന്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളും ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഉത്സവത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകളും കണ്ട് മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കപ്പെടാത്ത ഒരു ഉത്സവനാളും സ്വപ്നം കണ്ട് ഞാനങ്ങനെ നടക്കുകയായി. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര. ഇത്തരം വീഡിയോകൾ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.